നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എക്കണോമിക്സ് ആണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന ഏത് മത്സര പരീക്ഷകൾക്കും ഗുണകരമാകുന്ന എക്കണോമിക്സ് ഫാക്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യമാണ് ആദ്യം തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ: താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNB കണക്കാക്കുക എന്നാണ് ചോദ്യം. അതിന്റെ ടേമുകൾ പറയുന്നുണ്ട് കേരള PSC. NNBയുടെ വിപണി വില 5000 കോടി രൂപ, പരോക്ഷ നികുതി 400 കോടി, സബ്സിഡി 200 കോടി എങ്കിൽ താഴെ പറയുന്ന ഡാറ്റ ഇത്രയാണല്ലോ താഴെ പറയുന്നത്. അതിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNB കണക്കാക്കുക എന്നാണ് ചോദ്യം. ഈ ഒരു ചോദ്യം നിങ്ങൾ എഴുതാൻ പോകുന്ന ഏതെങ്കിലും മത്സര പരീക്ഷയിൽ ഇനിയും ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ ഈ പറയുന്ന ടേമുകൾ ഒന്ന് ഓർത്തു വെക്കണം. ഈ പറയുന്ന NNB എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വേണ്ടത് എക്കണോമിക്സിലെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്നറിയപ്പെടുന്ന പാഠഭാഗത്ത് പഠിക്കേണ്ട ഏരിയ ആണ് NNB. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് നാഷണൽ ഇൻകം, എന്താണ് GDP. ഈ രണ്ട് വാക്ക് ഒന്ന് ഓർത്തു വെക്കണം. ദേശീയ വരുമാനം എന്താണ്? അതാണ് നാഷണൽ ഇൻകം. GDP എന്ന് പറഞ്ഞാൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഇത് പഠിക്കുമ്പോൾ ഒരു വാക്കുകൂടി നിങ്ങൾ പഠിക്കണം: പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ ഈ ക്ലാസ് കാണുന്ന നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അവർ രണ്ടുപേരും ജോലിക്ക് പോവുക. അവർക്ക് ഒരു മാസം ഇത്ര രൂപ വരുമാനം കിട്ടുമല്ലോ. അതിനെയാണല്ലോ നമ്മൾ എന്ത് പറയുന്നത്? ആ വീട്ടിലെ ഇൻകം എന്ന് പറയുന്നതല്ലോ. ഇതുപോലെയാണ് ഇന്ത്യ മഹാരാജ്യത്ത്, ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യത്ത് ഒരു വർഷം എത്രയേറെ വരുമാനമുണ്ട് അല്ലെങ്കിൽ എത്ര വരുമാനമുണ്ട്, ആ വരുമാനത്തെ അറിയപ്പെടുന്ന പേര് ദേശീയ വരുമാനം എന്നാണ്. അപ്പൊ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ അറിയപ്പെടുന്ന പേരാണ് ദേശീയ വരുമാനം. ഇത് ഒന്ന് ഓർത്തു വെക്കണം. ഇനി മറ്റൊരു വാക്കാണ് GDP അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയും. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പരിധിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ അറിയപ്പെടുന്ന പേരാണ് GDP അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഇപ്പൊ ഇവിടെ ഇത് ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യമാണെന്ന് ഇരിക്കട്ടെ, ഒരു എക്സാമ്പിൾ പറയുവാണ്. അതല്ലെങ്കിൽ വേറൊരു മഹാരാജ്യം, ഇതൊരു രാജ്യമാണെന്ന് ഇരിക്കട്ടെ. ഈ രാജ്യത്തിനകത്ത് ഈ ആഭ്യന്തര പരിധിക്കുള്ളിൽ, ആ ടെറിട്ടറിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ, ആകെ പണമൂല്യത്തെ അറിയപ്പെടുന്ന പേരാണ് GDP. അപ്പൊ ദേശീയ വരുമാനം വേറെ, GDP വേറെ, രണ്ട് ഫാക്റ്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കുക. മൂന്നാമത്തെ വാക്കാണ് ആളോഹരി വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയും. പെർ ക്യാപിറ്റ ഇൻകം, അതുമല്ലെങ്കിൽ ആളോഹരി വരുമാനം, അതുമല്ലെങ്കിൽ നമുക്ക് എന്തു പറയാം? PCI എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് എത്രമാത്രം ദേശീയ വരുമാനമുണ്ടോ ആ ദേശീയ വരുമാനത്തെ, നാഷണൽ ഇൻകത്തെ, ആ രാജ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയെ അറിയപ്പെടുന്ന പേരാണ് ആളോഹരി വരുമാനം. ഓഹരി ആൾക്കൊന്നിന് എങ്ങനെയാ പറയുന്നത്? ആളോഹരി വരുമാനം. ഒരാൾക്ക് ഇത്ര വരുമാനം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ലോജിക്ക് ഇതാണ്: ദേശീയ വരുമാനത്തെ എന്തുകൊണ്ട് ഹരിക്കണം? ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ആ ജനസംഖ്യ, ആ രാജ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. അതിനെയാണ് ആളോഹരി വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം, അതുമല്ലെങ്കിൽ PCI എന്ന് പറയുന്നത്. ഈ മൂന്ന് ഫാക്ടർ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഈ മൂന്ന് ഫാക്ടർ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടൈമിലേക്ക് വരാൻ പറ്റൂ. അപ്പൊ ഇവിടെ നോക്കൂ, താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് ഫാക്ടർ വിലയ്ക്കാണ് NNB കണക്കാക്കേണ്ടത്. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഞാൻ ഒരു വാക്ക് ഒന്ന് ഓർത്തു വെക്കുകയാണ്: ഫാക്ടർ കോസ്റ്റ്, മാർക്കറ്റ് പ്രൈസ്. ഈ രണ്ട് വാക്ക് ഒന്ന് നോട്ട് ചെയ്തേക്കണേ. എന്തൊക്കെ വാക്ക? ഒന്ന് ഫാക്ടർ കോസ്റ്റ്, മറ്റൊന്ന് മാർക്കറ്റ് പ്രൈസ്. എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, എക്കണോമിക്സിനെ പറ്റി ഒരു ധാരണയില്ലാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പറയുക, വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ എങ്ങനെ പഠിച്ചു വെക്കണം ഇത്? വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എനിക്ക് എക്കണോമിക്സിനെ പറ്റി ഒരു ധാരണയില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി മാത്രമേ അറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കറണ്ട് അഫയർ അറിയാം. അതല്ലാതെ എനിക്ക് എക്കണോമിക്സിന്റെ തിയറിയോ ഒന്നും അറിയത്തില്ലെങ്കിൽ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിലെ കോസ്റ്റ്. അങ്ങനെങ്കിൽ ഓർത്തു വെക്ക്. എന്ന് പറഞ്ഞാൽ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സാധനം, ഈ വാച്ച്, ഈ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പേന, 5 രൂപയുടെ ഒരു പേന എടുക്കുകയാണെന്നിരിക്കട്ടെ. ആ പേനയ്ക്ക്, ആ പേനയായി രൂപീകരിക്കണം, അല്ലെങ്കിൽ ആ പേനയായിട്ട് നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം? ആ പേന നിർമ്മിക്കുന്നതിന് ഒരു കമ്പനി ഉണ്ടായിരിക്കണം, ആ കമ്പനിക്ക് സ്ഥലം ഉണ്ടായിരിക്കണം, ലാൻഡ് വേണം.
ആ കമ്പനി, ഈ പറയുന്ന പേന നിർമ്മിക്കുന്ന കമ്പനിയിൽ തൊഴിലാളികൾ വേണം, ലേബർ വേണം. മൂന്നാമത്, ഈ പറയുന്ന പേന കമ്പനി നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മൂലധനം വേണം, ക്യാപിറ്റൽ വേണം. ഈ പറയുന്ന ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും ഓർഗനൈസ് ചെയ്യണം. ഈ 4 രീതിയിലാണ് എക്സ്പെൻസ് ഉള്ളത്. ഇതിൽ ഈ പറയുന്ന ഫാക്ടർ കോസ്റ്റിൽ എന്തില്ലാത്തതാ? ടാക്സ് ഇല്ലാത്തതാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഇല്ലാത്തത്. ഇനി അതും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, ഒരു പ്രോഡക്റ്റ്, ഏതെങ്കിലും ഒരു വസ്തു, ഇപ്പൊ നോക്കൂ, നമ്മൾ ഈ ഉപയോഗിക്കുന്ന പേന, ഈ 5 രൂപയുടെ പേന നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 5 രൂപ ആണല്ലോ. ഇനി അതേ സാധനം തന്നെ, ഈ 5 രൂപയുടെ പേന ആ ഫാക്ടറി, ആ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ പോയി നമ്മൾ ഡയറക്റ്റ് മേടിക്കുവാണെങ്കിൽ അതിന്റെ ഈ ഫാക്ടറി ഓണർ പറയും, നിങ്ങൾ 5 രൂപ തരണ്ട, 3 രൂപയ്ക്ക് നിങ്ങൾ 3 രൂപ തന്നാൽ മതി, നിങ്ങൾ 2 രൂപ നിങ്ങൾ എടുത്തു. ഇത് തന്നെയല്ലോ, ആ ലാഭമാണല്ലോ ഈ കച്ചവടക്കാരൻ എടുക്കുന്നത്. അപ്പൊ ആ കച്ചവടക്കാരന്റെ ലാഭം എന്ന് പറഞ്ഞാൽ ടാക്സ് ആണ്. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്, ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തില്ലാത്തത്? ടാക്സ് ഇല്ലാത്തത്. ഇതങ്ങ് ഓർത്തു വെക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഫാക്ടർ കോസ്റ്റ് ടാക്സ് ഇല്ലാത്തതാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്തുമായിരിക്കും? ടാക്സ് ഉള്ളത്. അപ്പൊ ടാക്സ് ഉള്ളത് മാർക്കറ്റ് വില, ടാക്സ് ഇല്ലാത്തത് ഫാക്ടറിയിലെ ചെലവ്. ഇപ്പൊ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഇല്ലാത്തത്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഉള്ളത്. ഇതാണല്ലോ ലോജിക്ക്. അപ്പൊ ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, FC കണക്കാക്കണമെങ്കിൽ, ഫാക്ടർ കോസ്റ്റ് കണക്കാക്കണമെങ്കിൽ മാർക്കറ്റ് എന്തില്ലാത്തതെന്നാ പറഞ്ഞേ? ടാക്സ് ഇല്ലാത്തതെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഫാക്ടർ കോസ്റ്റ് കണക്കാക്കണമെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ടാക്സ് കുറച്ചാൽ മതി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തത്, മാർക്കറ്റ് പ്രൈസാണ് നിങ്ങളോട് കണക്കാക്കാൻ പറഞ്ഞതെങ്കിൽ മാർക്കറ്റിലെ വിലയാണ്, NNBയുടെ മാർക്കറ്റ് വില എത്രയാണ് കണക്കാക്കാനാണ് നിങ്ങളോട് ചോദ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാ? ഫാക്ടർ കോസ്റ്റിനോട് കൂടി എന്ത് കൂട്ടണം? ടാക്സ് കൂട്ടണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്കായി, ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഇല്ലാത്തത്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തുള്ളത്? ടാക്സ് ഉള്ളത്. ഇതാണ് ലോജിക്ക്. ഈ ലോജിക്ക് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു വ്യവസായശാല തുടങ്ങി, ഇപ്പൊ കേരളത്തിൽ പ്രധാനപ്പെട്ട സംരംഭകത്വവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംവിധാനങ്ങളും ഈ പറഞ്ഞ ലിബറലൈസേഷനും ഓരോ കാര്യങ്ങൾ, നയരൂപീകരണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ നിങ്ങളൊരു സംരംഭകനാണെന്നിരിക്കട്ടെ, നിങ്ങൾ ചെല്ലുന്ന സമയത്ത് സംരംഭകനായ നിങ്ങളോട് പിണറായി വിജയൻ അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭ പറയുക, നിങ്ങൾ ടാക്സ് കുറച്ചടച്ചാൽ മതി. നിങ്ങൾ ഓൾറെഡി അടച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 100 രൂപയാണെന്നിരിക്കട്ടെ, അടുത്ത വർഷം മുതൽ നിങ്ങൾ 100 രൂപ അടയ്ക്കേണ്ട, 20 രൂപ സബ്സിഡി ആയിട്ട് ബാക്കി 80 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ 100 രൂപ വരെ നേരത്തെ ടാക്സ് അടയ്ക്കണമായിരുന്നു. ഇപ്പൊ അടയ്ക്കേണ്ടത് എത്രയാണ്? 80 എന്ന് വെച്ച് 20 രൂപ എന്താ? സബ്സിഡിയാ. കേന്ദ്ര ഗവൺമെന്റ് കേസ് എടുക്കൂ, നരേന്ദ്രമോദി ഭരിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് നരേന്ദ്രമോദി ഭരിക്കുകയാണെന്നിരിക്കട്ടെ, നരേന്ദ്രമോദി ഗവൺമെന്റ് ആണല്ലോ, മോഡി ഗവൺമെന്റ് ആണ്. അദ്ദേഹം പറയുകയാണ് നമ്മളോട്, ഈ പറയുന്ന കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മുഴുവൻ സംരംഭകരോട് പറയുന്നു, 10 ലക്ഷം രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ടാക്സ് അടയ്ക്കേണ്ട, ടാക്സിന് ഞങ്ങൾ സബ്സിഡി തരാം എന്ന് പറയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാ, എങ്കിൽ ഈ പറഞ്ഞ സബ്സിഡി കുറച്ചല്ലേ നമ്മൾ അടയ്ക്കണ്ടേ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? NNBയുടെ വിപണി വില എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റ് പ്രൈസ് 5000 കോടി. എന്തുവാ കണക്കാക്കണ്ടേ? ഫാക്ടർ വില. ഫാക്ടർ വില എന്ന് വെച്ചാൽ എന്തില്ലാത്തത്? ടാക്സ് ഇല്ലാത്തത്. ഇനി ഒരു കാര്യം നോക്കിയോ, പരോക്ഷ നികുതി. അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. നികുതി 400 കോടിയാ. ഗവൺമെന്റ് പറഞ്ഞ സബ്സിഡി 200 കോടി. അപ്പം നമ്മൾ എത്ര അടയ്ക്കണ്ടേ? 400 കോടി അടയ്ക്കണ്ട, 400 മൈനസ് 200. അപ്പൊ എത്ര കുറയണം? 400 ൽ 200 പോകെ 200 കുറച്ച് നമ്മൾ അടച്ചാൽ മതി. അപ്പൊ NNBയുടെ വിപണി വില എത്രയാണ്? 5000. ഈ 5000ത്തിൽ നിന്ന് എത്ര കുറയണം? 200 രൂപ ടാക്സും പോകെ എത്രയാണ്? 4800 കോടി എന്ന് പറയുന്ന ഉത്തരമായിരിക്കണം ആൻസർ ആയിട്ട് വരേണ്ടത്. ആൻസർ ഓപ്ഷൻ C ആണ്, 4800 കോടി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അതും മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയുക, FC എന്താണ്, MB എന്താണ്, അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് എന്താണ്, മാർക്കറ്റ് പ്രൈസ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്, സബ്സിഡി എന്താണ്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് പറയാൻ പോവാം. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണം, ആ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടർ കോസ്റ്റ്. ഏതൊക്കെ ഫാക്ടർ ഉപയോഗിച്ചു? ലാൻഡ് ഉപയോഗിച്ചു എങ്കിൽ ലാൻഡിന്റെ വില, ലേബറിനെ ഉപയോഗിച്ചു എങ്കിൽ ലേബറിന്റെ വില, ദെൻ ക്യാപിറ്റൽ ഉപയോഗിച്ചു എങ്കിൽ ക്യാപിറ്റലിന്റെ വില, ഓർഗനൈസേഷൻ ഉപയോഗിച്ചു എങ്കിൽ ഓർഗനൈസേഷന്റെ വില. LLCയോടെ വാല്യൂ സം ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് ഫാക്ടർ കോസ്റ്റ്. എന്തൊക്കെയാണ് ഈ LLC എന്നൊക്കെ പറയാം. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം, ഓർഗനൈസേഷൻ വേണം. അപ്പൊ അങ്ങനെ ഈ ചെലവുകളെല്ലാം കൂട്ടുമ്പോൾ നമുക്കൊരു കോസ്റ്റ് കിട്ടും. അതാണ് ഫാക്ടർ കോസ്റ്റ്. ഈ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തില്ലാത്തത്? ടാക്സ്. പറഞ്ഞേ, എന്റെ കൂടെ പറഞ്ഞേ,
ടാക്സ് ഇല്ലാത്തത്. അപ്പൊ ടാക്സ് ഉള്ളത് ഏതാ? മാർക്കറ്റ് പ്രൈസ്. അപ്പം ഉദ്ദേശിക്കേണ്ടത് ഫാക്ടർ കോസ്റ്റിനോട് കൂടി എന്ത് കൂട്ടുന്നത്? ടാക്സ് കൂട്ടുന്നതാണ് മാർക്കറ്റ് പ്രൈസ്. ഇപ്പൊ മാർക്കറ്റിൽ ഒരു സാധനം മാർക്കറ്റിൽ പോയി മേടിക്കുമ്പോൾ നമ്മൾ ടാക്സ് കൂടെ കൊടുക്കണം. അങ്ങനെങ്കിലും ഓർത്തു വെക്ക്. ദെൻ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് ആണല്ലോ ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇൻഡയറക്റ്റ് ടാക്സിനെ പറ്റിയാണ്. അത് നമുക്ക് ടാക്സിനുമാണ്. ദെൻ സബ്സിഡി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഒരു റിലീഫ്, ഒരു ആശ്വാസമാണ്. അതായത് 100 രൂപ നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുക, ഗവൺമെന്റ് പറയുക നാളെ മുതൽ നിങ്ങൾ 30 രൂപ സബ്സിഡി ആയിട്ട് നിങ്ങൾ സബ്സിഡി ചേർത്ത് അടച്ചാൽ മതി. സബ്സിഡി ചേർത്ത് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് 30 പോകെ 70 രൂപ അടച്ചാൽ മതി എന്നല്ലേ പറയുന്നത്. സബ്സിഡി നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശത്ത് നിങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഗ്രാമപ്രദേശത്തൊക്കെ കന്നുകാലി വളർത്തുക. അപ്പൊ ഞാനും നമ്മുടെയൊക്കെ നാട്ടിൻ പ്രദേശത്ത് കന്നുകാലിയെ വളർത്തുന്ന സമയത്ത് ഈ പറയുന്ന കാലിത്തീറ്റ ഫാക്ടറി അല്ലെങ്കിൽ കാലിത്തീറ്റ ഫാക്ടറി അല്ല, ഈ പറയുന്ന സഹകരണ സംഘങ്ങളിൽ നിന്ന് നമുക്ക് സബ്സിഡി ഇനത്തിൽ കാലിത്തീറ്റ ലഭിക്കും അല്ലെ. അപ്പൊ കാലിത്തീറ്റയുടെ ഫുൾ വാല്യൂ കൊടുക്കണ്ട, യഥാർത്ഥ വില കൊടുക്കണ്ട. അത് സബ്സിഡി ഇനത്തിൽ സബ്സിഡിയും കൂടെ കുറച്ച് എമൗണ്ട് കൊടുത്താൽ മതി. ഇതാണല്ലോ സബ്സിഡി എന്ന് പറഞ്ഞാൽ. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി അറിയപ്പെടുന്ന പേരാണെന്ത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഈ ടേമുകൾ ഓർത്തു വെക്കണം. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് NNBയുടെ ഫാക്ടർ വിലയ്ക്ക് കണക്കാക്കാൻ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഫാക്ടർ വില എന്ന് പറഞ്ഞാൽ എന്തില്ലാത്തത്? ടാക്സ് ഇല്ലാത്തത്. അപ്പൊ NNBയുടെ വിപണി വിലയിൽ എന്തുണ്ട്? ഈ പറഞ്ഞ ടാക്സ് ഉണ്ട്. 5000 കോടിക്കകത്ത് ടാക്സ് ഉണ്ട്. അവിടെയും ഗവൺമെന്റ് പറയുന്നത് എന്താ? ടാക്സ് 400 കോടി, സബ്സിഡി എത്ര അടയ്ക്കണം? 200 കോടി അടയ്ക്കണം. അപ്പൊ 400 മൈനസ് 200 ഈക്വൽ ടു 200 കുറച്ചിട്ട് ഈ 5000ൽ നിന്ന് 200 പോകെ 4800 കോടി രൂപയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കണ്ടന്റിലേക്ക് പോവുക. ഓക്കെ, അപ്പൊ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ പറഞ്ഞേ? NIT എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് എന്ത് കുറയ്ക്കണം? സബ്സിഡി കുറയ്ക്കണം. ഇതാണ് ഇക്വേഷൻ. അപ്പൊ 400ൽ നിന്ന് 200 പോകെ ബാക്കി 200 കോടി. ദെൻ NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തില്ലാത്തത്? ടാക്സ് ഇല്ലാത്തത്. അപ്പൊ NNB അറ്റ് ഫാക്ടർ കോസ്റ്റിൽ നിന്ന്, അതായത് NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് കണക്കാക്കാൻ NNB അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വിപണി വില 5000ൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഈ പറയുന്ന 200 കുറയ്ക്കണം. അപ്പൊ 5000ൽ നിന്ന് 200 പോകെ 4800 കോടി രൂപ എന്ന് കിട്ടും. ഇതാണ് കേരള PSC ആൻസർ കീ ആയിട്ട് കൊടുത്തേക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നാഷണൽ ഇൻകം എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കുമ്പം 3 മെത്തേഡിലാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ 3 കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഏതാ? ഈ കാൽക്കുലേഷൻ മനസ്സിലായല്ലോ. ബാക്കിയുള്ളതെല്ലാം അവിടെ നിൽക്കട്ടെ, വരും ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തോളാം. അടുത്തത് ഇനി ഇന്നത്തെ ദിവസം നമുക്കറിയാലോ, ഇന്ന ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച പഠിക്കേണ്ട ടോപ്പിക് 1 എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട PDF നോട്ട് തന്നിട്ടുണ്ട്, അത് പഠിക്കണം. ഈ ക്ലാസ് നോട്ട് പഠിക്കണം, ഈ ക്ലാസ് കാണണം. ദെൻ ടോപ്പിക് ബേസ്ഡ് കറണ്ട് അഫേഴ്സ്, ഇന്ന് പബ്ലിഷ് ചെയ്തേക്കുന്ന ഏതൊക്കെ കറണ്ട് അഫേഴ്സ് ഉണ്ടോ, വർക്കൗട്ട് ബാച്ചിൽ പബ്ലിഷ് ചെയ്തേക്കുന്ന ഏതൊക്കെ കറണ്ട് അഫേഴ്സ് ടോപ്പിക് ഉണ്ടോ അതെല്ലാം ഇന്ന് പഠിക്കണം. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് SCERTയുടെയും NCERTയുടെയും കണ്ടന്റ് ഉൾപ്പെടെയുള്ള ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്ന PDF നോട്ടും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും ഉറപ്പായിട്ടും പഠിക്കണം. ഇത്രയും പഠിച്ചതിന് ശേഷം ഇനി ഒരു ടോപ്പിക് കൂടി നമ്മൾ ഇന്ന് പറഞ്ഞായിരുന്നു. എന്താ? ജോഗ്രഫി. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ജോഗ്രഫിയിലെ ഋതുഭേദങ്ങളും സമയവും എന്നറിയപ്പെടുന്ന PDF നോട്ട്, അതായത് സ്കൂൾ ടെക്സ്റ്റിന്റെ PDF നോട്ട്, സ്കൂൾ ടെക്സ്റ്റ് അല്ല എടുത്ത് തന്നേക്കുന്നത്, സ്കൂൾ ടെക്സ്റ്റിലെ പ്രധാനപ്പെട്ട പോയിന്റ് അടങ്ങിയ PDF നോട്ട് ഇന്ന് പഠിക്കണം. ഇത്രയും ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ഇന്ന് രാത്രി 9 മണിക്ക് ഇതിന്റെ എക്സാം. PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. വർക്കൗട്ട് ബാച്ചിൽ ഇത്രയും മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, ഇത്രയും ക്ലാസ് തന്നിട്ടുണ്ട്. കൃത്യമായി പഠിച്ച് രാത്രി 9 മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇനി ആരെങ്കിലും ഈ പറയുന്ന പ്രിയപ്പെട്ട വീഡിയോ ക്ലാസ് കാണുന്ന പ്രിയപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഈ പറഞ്ഞേക്കുന്ന 9072728242 നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. വർക്കൗട്ട് ബാച്ച്, നിങ്ങൾ ഏത് വർക്കൗട്ട് ബാച്ചാണ്? 10th ലെവൽ പ്രിലിംസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 10th ലെവൽ മെയിൻസ് ആണ്, സെക്രട്ടേറിയറ്റ് OA ആണ്, ഡിഗ്രി പ്രിലിംസ് ആണ്, സബ് ഇൻസ്പെക്ടർ ആണ്, HSA ആണ്, ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വർക്കൗട്ട് ബാച്ച്, ആ വർക്കൗട്ട് ബാച്ച്. ദെൻ അതിനുശേഷം നിങ്ങളുടെ പേരോടുകൂടി വാട്സപ്പിലേക്ക് ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. ഓക്കെ ആണല്ലോ? ദെൻ അടുത്ത കണ്ടന്റിലേക്ക് പോവുക. നമുക്കറിയാം എല്ലായ്പ്പോഴും മത്സര പരീക്ഷയിൽ ഇപ്പം ന്യൂജൻ ചോദ്യങ്ങളാണ്.
പ്രസ്താവന ചോദ്യങ്ങളാണ്. ആ പ്രസ്താവന ചോദ്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ. ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നൗറോജി. അപ്പൊ ഡിഗ്രി നിലവാരത്തിലുള്ള മത്സര പരീക്ഷയിൽ ഈ പറഞ്ഞ പോവർട്ടി ലൈൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കാനുണ്ട്. പോവർട്ടി ലൈനുമായി ബന്ധപ്പെട്ട് ബിലോ പോവർട്ടി ലൈൻ, എബോവ് പോവർട്ടി ലൈൻ മാത്രമല്ല, ഇന്ത്യയിൽ എത്ര തരത്തിലാണ് ദാരിദ്ര്യരേഖ കണക്കെടുപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ദാരിദ്ര്യരേഖ കണക്കിലാക്കിക്കൊണ്ട് എത്ര രീതിയിലാണ് ദരിദ്രരെ കണക്കാക്കുന്നത് പറയും. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പുവർ എന്നറിയപ്പെടുന്ന ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നൗറോജിയാണ്. ശരിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ദാദാഭായ് നൗറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ദാദാഭായ് നൗറോജിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നൗറോജിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ആളോഹരി വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം, എന്തുവാ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ? ആളോഹരി വരുമാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആകെ വരുമാനത്തെ എന്തുകൊണ്ട് ഹരിക്കണം? ദേശീയ വരുമാനത്തെ എന്തുകൊണ്ട് ജനസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ആളോഹരി വരുമാനം. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നൗറോജിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ആളോഹരി വരുമാനം കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നൗറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര് തന്നെ? ദാദാഭായ് നൗറോജി. ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നൽകിയത് ദാദാഭായ് നൗറോജിയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കുമല്ലോ. അടുത്ത ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന പുസ്തകം എഴുതിയത് അമർത്യ സെൻ. ശരിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടല്ലോ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അതാരുടെ പുസ്തകം? അത് ദാദാഭായ് നൗറോജിയാണ്. പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന പുസ്തകം എഴുതിയത് അമർത്യ സെൻ ആണ്. അത് ശരിയാണ്. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ PC മഹ്ലനോബിസ് ആണ്. ശരിയാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ PC മഹ്ലനോബിസ് ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണമുണ്ട് സംഖ്യ. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നല്ല പറയുന്നേ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്, ഓപ്ഷൻ ബി ശരിയാണ്, ഓപ്ഷൻ സി ശരിയാണ്, ഓപ്ഷൻ ഡി. അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി നമുക്ക് മത്സര പരീക്ഷയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ, ഈ പറയുന്ന ദാദാഭായ് നൗറോജിയെ പറ്റി SCERT സ്കൂൾ ടെക്സ്റ്റിൽ എന്തെല്ലാം കൊടുത്തേപ്പുണ്ടോ അതെല്ലാം നമ്മൾ പഠിക്കണം. ഒന്ന്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നൗറോജി അല്ലയോ? അപ്പൊ ചില ആളുകളൊക്കെ മനസ്സിൽ കരുതും ഈ പറയുന്ന ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നും പറഞ്ഞൊരു ചോദ്യം ഉണ്ടോ? ഉണ്ട്. അതിനുത്തരം ആഡം സ്മിത്ത് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്തും, ഇത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നൗറോജി. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നൗറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ദാദാഭായ് നൗറോജി. അപ്പൊ പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന പുസ്തകം ആരുടേതാ? അത് അമർത്യ സെന്നിന്റേതാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ പറയുന്ന ദാദാഭായ് നൗറോജിയുടെ മറ്റു പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, NCERT സ്കൂൾ ടെക്സ്റ്റിൽ ആഡ് ചെയ്തേക്കുന്ന മറ്റു പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പറയുന്ന ഒന്ന് ഡ്രെയിൻ ഓഫ് വെൽത്ത്, മറക്കരുത്. അപ്പം ചോർച്ചാ സിദ്ധാന്തം എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം ഉണ്ടല്ലോ, അതായത് ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യം ചോർത്തിക്കൊണ്ടു പോകുന്നു. ഡ്രെയിൻ ഓഫ് വെൽത്ത്, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നൗറോജിയാണ്. ദി വാണ്ട്സ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ദാദാഭായ് നൗറോജി. ദി പാഴ്സി റിലീജിയൻ 1861, ദ പാഴ്സി റിലീജിയൻ 1861 എന്നീ 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ആരുടേതാണ്? ദാദാഭായ് നൗറോജിയുടേതാണ്. അത് മറക്കരുത്. അപ്പൊ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ദാദാഭായ് നൗറോജി. അതൊന്ന് ഓർത്തു വെക്കണേ. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, താഴെ പറയുന്നവയിൽ PC മഹ്ലനോബിസുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം എഴുതി. തെറ്റാണ്. കാരണം PC മഹ്ലനോബിസ് വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം എഴുതിയിട്ടില്ല. വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം എഴുതിയത് ആഡം സ്മിത്ത് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത് ആണ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം എഴുതിയത്. അപ്പൊ PC മഹ്ലനോബിസുമായി ബന്ധപ്പെട്ടതല്ലത്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് PC മഹ്ലനോബിസ് ആണ്. ശരി.
സംഖ്യ എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇന്ത്യൻ സ്ഥിതി വിവര ശാസ്ത്ര വിഭാഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. നമ്മൾ ബഡ്ജറ്റ് എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കും. ബഡ്ജറ്റ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 വാക്ക് പഠിക്കണം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു T ഷേപ്പ് അക്കൗണ്ട് ആണ് ബഡ്ജറ്റ്. ബഡ്ജറ്റിന് 2 സൈഡ് കാണും. ഒരു സൈഡിൽ വരുമാനം, ഒരു സൈഡിൽ ചെലവ്. ഇങ്ങനെ 2 രീതിയിലാണല്ലോ, 2 ഭാഗമാണല്ലോ ഒരു ബഡ്ജറ്റിനുള്ളത്. അപ്പൊ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്ന ബഡ്ജറ്റിന് 3 സാഹചര്യമുണ്ട്. ഒന്ന്, തുല്യ ബജറ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിന്റെ വരുമാനവും ചെലവും തുല്യമാകുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് തുല്യ ബജറ്റ്. അതുമല്ലെങ്കിൽ സന്തുലിത ബജറ്റ്, അതുമല്ലെങ്കിൽ ബാലൻസ്ഡ് ബജറ്റ്, അതുമല്ലെങ്കിൽ ന്യൂട്രൽ ബജറ്റ്. ഇനി ഓപ്പോസിറ്റ്, 2 ഭാഗവും തുല്യമല്ലാത്ത സാഹചര്യം വരും. ഒന്ന്, വരുമാനം കുറവും ചെലവ് കൂടുതലുമാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ്, വീണ്ടും ആവർത്തിക്കുന്നു, വരുമാനം കുറവ്. നമ്മളുടെ വീട്ടിലെ വരുമാനം കുറവ്, ചെലവ് കൂടുതലെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് കമ്മി ബജറ്റ്. നേരെ തിരിച്ച് വരുമാനം കൂടുതലും ചെലവ് കുറവാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് മിച്ച ബജറ്റ്. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം, ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്, ഇന്ത്യൻ സ്ഥിതി വിവര ശാസ്ത്ര വിഭാഗത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? അത് PC മഹലനോബിസ് ആണ്. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി. അപ്പൊ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുമ്പം 1947 ശേഷം, 1947 ശേഷം, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി PC മഹലനോബിസ്. 1947 പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ GK ഉണ്ട്. GK ഇതാണ്: ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടധികാരം നൽകിയ വർഷം എന്നാണ് 1947. അപ്പൊ ഈ പറയുന്ന പ്രസ്താവനകളിൽ ആദ്യ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലയോ? വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം എഴുതാരാണ്? അത് ആഡം സ്മിത്ത് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഉത്തരമായിട്ട് എഴുതേണ്ടത് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം എഴുതാരാണ്? ആഡം സ്മിത്ത് ആണ്. അപ്പൊ ഇനി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ISI എന്നറിയപ്പെടുന്ന സ്ഥാപനം 1931 കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചവരിൽ പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? ഈ പറഞ്ഞ PC മഹലനോബിസ് ആണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഈ പറഞ്ഞ PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ചോദിച്ചാൽ അത് ജൂൺ 29 ആണ്. ആരുടെ ജന്മദിനമാ? PC മഹലനോബിസിന്റെ ജന്മദിനമാണ് ജൂൺ 29. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഏരിയ മൊത്തവും നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് അല്ലയോ? അപ്പൊ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. ശരിയാണ്. നേരത്തെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരുന്നു. ഇപ്പം അതിന്റെ പേര് മാറ്റമുണ്ട്. CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം. ഓപ്ഷൻ ബി നോക്കിയേ. CSOയുടെ ആസ്ഥാനം ഡൽഹിയാണ്. പഴയകാലത്ത് ഇന്ദ്രപ്രസ്ഥ എന്നറിയപ്പെട്ട സ്ഥലമാണല്ലോ ഡൽഹി. ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട, നമുക്ക് പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഡൽഹി. ന്യൂഡൽഹിയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം ദില്ലിക എന്നും ഇന്ദ്രപ്രസ്ഥ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഡൽഹിയാണ്. CSOയുടെ ആസ്ഥാനം ഡൽഹിയാണ്. ഈ CSOയുടെ തലവൻ ഡയറക്ടർ ജനറൽ ആണ്. അപ്പൊ CSOയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം CSO ആണ്. CSOയുടെ ആസ്ഥാനം ഡൽഹിയാണ്. അതിന്റെ തലവൻ, അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്ടർ ജനറൽ ആയിരിക്കും. അടുത്തത് ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ, NSSO സ്ഥാപിതമായ വർഷം 1950-ലാണ്. 1950-ലാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന NSSO സ്ഥാപിതമാകുന്നത്. ഇനി പറയുന്ന NSSO എന്നറിയപ്പെടുന്ന നാഷണൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൈമാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇത് സ്ഥാപിതമായ വർഷം 1950-ലാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ എ ശരിയാണ്, ഓപ്ഷൻ ബി ശരിയാണ്, ഓപ്ഷൻ സിയും ശരിയാണ്. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ, ഈ പറയുന്ന NSO എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. NSO എന്നത് NSSOയും CSOയും ലയിച്ചതിന്റെ ഫലമായി നിലവിൽ വന്ന സ്ഥാപനമാണ്. എന്ത്? NSO എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാ. അപ്പൊ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം കണക്കാക്കിയ വ്യക്തി VKRV റാവു. വർഷം എന്ന 1931. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത്
PC മഹലനോബിസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി അവിടെ ദേശീയ വരുമാനം, ഈ പറയുന്ന ആളോഹരി വരുമാനം എന്നിവ ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നൗറോജി. അപ്പൊ ഇവിടെ 3 പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം, ആളോഹരി വരുമാനം എന്നിവ ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നൗറോജി. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായ രീതിയിൽ, ആ വാക്കൊന്ന് ആഡ് ചെയ്തേക്കണേ, ശാസ്ത്രീയമായ രീതിയിൽ സയന്റിഫിക് ആയിട്ട് ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് VKRB റാവു 1931. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ഔദ്യോഗികമായി കണക്കാക്കിയത് PC മഹലനോബിസ് ആണ്. ഇനി PC മഹലനോബിസിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. അത് SCERT സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി 1949 ഓഗസ്റ്റ് 4 രൂപീകരിച്ചു. ഈ പറഞ്ഞ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അത് PC മഹലനോബിസ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതിൻ്റെ PDF നോട്ട് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇന്ന് തന്നെ ഇതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യണം. രാത്രി 9 മണിക്കാണ് എക്സാം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.